നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയുള്ള വിധി വന്നതിന് പിന്നാലെ നടിയും കേസിലെ പ്രധാന പ്രോസിക്യൂഷൻ സാക്ഷിയുമായ മഞ്ജു വാര്യർക്കെതിരെ സൈബർ അധിക്ഷേപവുമായി ഒരു വിഭാഗം. ദിലീപിനെ കേസിൽ കുടുക്കിയതിന് പിന്നിൽ മഞ്ജുവാണെന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും അധിക്ഷേപങ്ങളുമാണ് താരത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകൾക്ക് താഴെ ദിലീപ് അനുകൂലികൾ പങ്കുവെക്കുന്നത്. നീ കളിച്ച കളിയാണല്ലേ, എന്തിനാ കുടുക്കിയത്, 8 വർഷം കളഞ്ഞില്ലേ, അയാളുടെ മട്ടാഞ്ചേരിയുടെ പുതിയ തള്ളച്ചി നീയാണ് എന്നറിയാൻ വൈകി, വനവാസം കഴിഞ്ഞു, ഇനി പട്ടാഭിഷേകം എന്നിങ്ങനെ പോകുന്നു അധിക്ഷേപ കമന്റുകൾ. മഞ്ജു വാര്യർ ഡിസംബർ 6 പങ്കുവച്ച ചിന്ന ചിന്ന ആസെ എന്ന ചിത്രത്തിന്റെ പോസ്റ്ററിന് താഴെയാണ് അധിക്ഷേപ കമന്റുകൾ. ഇനിയാണ് എൻ്റെ ഷോ ലേ ഞങ്ങളുടെ ദിലീപേട്ടൻ പരമശിവം നീതിപീഠം കണ്ടെത്തി സത്യം, ദിലീപിന്റെ ആദ്യ മൊഴി താങ്കൾക്കെതിരാണ്, ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കോടതി, എന്തിനാണ് ഒരു നിരപരാധിയെ കുടുക്കിയത്, സത്യം ജയിച്ചു, ദിലീപ് നിരപരാധി, ജനപ്രിയ നായകൻ തിരിച്ചു വന്നു എന്നിങ്ങനെയും കമന്റുകൾ പോകുന്നു. പണികിട്ടും സൂക്ഷിച്ചോ എന്ന ഭീഷണി സന്ദേശവും ഇതിനൊപ്പമുണ്ട്. ദിലീപിന്റെയും കാവ്യ മാധവന്റെയും ചിത്രങ്ങൾ പങ്കുവച്ചും ദിലീപ് ആരാധകർ രംഗത്ത് വന്നിട്ടുണ്ട്. നേരത്തെ കേസിൽ വിധി വന്നതിന് പിന്നാലെ മഞ്ജു വാര്യർക്കെതിരെ ദിലീപ് രംഗത്തെത്തിയിരുന്നു. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഒത്തുചേർന്ന സിനിമാ കൂട്ടായ്മയിൽ തന്റെ മുൻ ഭാര്യ മഞ്ജു ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്, ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് പറഞ്ഞിടത്തു നിന്നാണ് തനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചതെന്നാണ് ദിലീപ് പറഞ്ഞത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവർ തിരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്നാണ് ഈ കേസ് ഉണ്ടാക്കിയെടുത്തതെന്നും യഥാർത്ഥത്തിൽ ഇത് തനിക്കെതിരായ ഗൂഢാലോചനയായിരുന്നു എന്നുമായിരുന്നു ദിലീപിന്റെ പ്രതികരണം. കോടതിയിൽ ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകർന്നെന്നും സമൂഹത്തിൽ തന്റെ കരിയർ, ഇമേജ്, ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണിതെന്നും ദിലീപ് ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മഞ്ജുവിനെതിരെ സൈബർ ആക്രമണവും തുടങ്ങിയത്. മധുബാലയും ഇന്ദ്രൻസും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ചിന്ന ചിന്ന ആസെ എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ പങ്കുവച്ചുള്ള മഞ്ജുവിന്റെ പോസ്റ്റിന് താഴെയാണ് വിദ്വേഷ പരാമർശങ്ങളും തെറിപ്രയോഗങ്ങളുമായി ദിലീപ് അനുകൂലികൾ രംഗത്തെത്തിയിരിക്കുന്നത്. ദിലീപിനെ കുറ്റവിമുക്തനാക്കിയുള്ള പോസ്റ്റർ പങ്കുവച്ചാണ് ചിലരുടെ പ്രതികരണം. ദിലീപും കാവ്യമാധവനും ഒന്നിച്ചുള്ള ചിത്രങ്ങളും ദിലീപിനെ കുറ്റവിമുക്തനാക്കി എന്നുള്ള TV ചാനൽ സ്ക്രീൻഷോട്ടുകളും പങ്കുവെക്കുന്നതോടൊപ്പം ചിലരെല്ലാം ദിലീപിനെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുമുണ്ട്. മഞ്ജുവിന്റെ മറ്റ് പോസ്റ്റുകൾക്ക് താഴെയും ദിലീപ് അനുകൂലികൾ വിദ്വേഷ കമന്റുകൾ കൊണ്ട് നിറയ്ക്കുകയാണ്. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ കൂടാതെ 7-ാം പ്രതി ചാർലി തോമസ്, 9-ാം പ്രതി സനൽകുമാർ, 10-ാം പ്രതി ശരത് ജി നായർ എന്നിവരെയാണ് കോടതി വെറുതെ വിട്ടത്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്നും കോടതി വിധിച്ചു. 1-ാം പ്രതി സുനിൽ NS എന്ന പൾസർ സുനി, 2-ാം പ്രതി മാർട്ടിൻ ആന്റണി, 3-ാം പ്രതി B മണികണ്ഠൻ, 4-ാം പ്രതി VP വിജീഷ്, 5-ാം പ്രതി H സലീം എന്ന വടിവാൾ സലീം, 6-ാം പ്രതി പ്രദീപ് എന്നിവർ കുറ്റക്കാരാണെന്നാണ് കോടതി വിധിച്ചത്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസാണ് വിധി പറഞ്ഞത്. കുറ്റക്കാർക്കുള്ള ശിക്ഷ ഈ മാസം 12-ന് പ്രഖ്യാപിക്കും. അതേസമയം ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെ താരസംഘടനയായ അമ്മയും പ്രതികരിച്ചിരുന്നു. നിയമം നീതിയുടെ വഴിക്ക് നീങ്ങട്ടെ എന്നും അമ്മ കോടതിയെ ബഹുമാനിക്കുന്നുവെന്നുമായിരുന്നു താരസംഘടനയുടെ പ്രതികരണം. ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് താരസംഘടന നിലപാട് വ്യക്തമാക്കിയത്. നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ നടൻ ദിലീപിനെ അമ്മയിൽ നിന്നും പുറത്താക്കിയിരുന്നു. മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിലെ വീട്ടിൽ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലായിരുന്നു താരസംഘടന തീരുമാനമെടുത്തത്. പിന്നീട് അമ്മയുടെ പ്രസിഡന്റായി മോഹൻലാൽ തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ദിലീപിനെ തിരിച്ചെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഇത് വിവാദമായതോടെ താരസംഘടനയിലേക്കില്ലെന്ന് ദിലീപ് പ്രഖ്യാപിക്കുകയായിരുന്നു.